ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു രാജലക്ഷ്മീസ് കിച്ചൺ. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് നല്ല രുചികരമായ ഒരു ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയാണ്. ശരിയായ അളവിൽ ചേരുവകൾ ചേർത്താണ് ഇത് റെഡിയാക്കിയിരിക്കുന്നത്. മാസങ്ങളോളം ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ്. അതിലേക്ക് എന്തൊക്കെ ആവശ്യമായി വേണ്ടതെന്ന് നോക്കാം. നമ്മളിത് റെഡിയാക്കാൻ 2 തേങ്ങയാണ് എടുത്തത്. അതിലോട്ട് അരക്കപ്പ് മല്ലി, അരക്കപ്പ് തുമരപ്പരിപ്പ്, അരക്കപ്പ് ഉഴുന്ന് പരിപ്പ്, അരക്കപ്പ് കറിവേപ്പില, 1 ടീസ്പൂൺ കായപ്പൊടി, 1/4 കപ്പ് കടലപ്പരിപ്പ്, 12 വറ്റൽമുളക്, ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ പുളിയും, 1 ടീസ്പൂൺ ഉപ്പുമാണ് വേണ്ടത്. നമ്മൾ തിരുമ്മിയ തേങ്ങ 5 കപ്പ് അളവിലാണ് എടുത്തത്. ഇങ്ങനെ ചെറുതായിട്ട് തിരുമ്മി എടുക്കണം, അല്ലെങ്കിൽ അത് ഫ്രൈ ആയി കിട്ടാൻ പ്രയാസമാണ്. എപ്പോഴും ഇത് ചൂടേറ്റിയുള്ള നല്ല ഇരുമ്പ് ചട്ടിയിലൊക്കെ ഇട്ട് വറുത്തെടുക്കുന്നതാണ് നല്ലത്. ചൂട് കട്ടി കുറഞ്ഞതാണെങ്കിൽ അത് പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ അതേ ക്വാണ്ടിറ്റിയിൽ എല്ലാം ഉഴുന്ന് പരിപ്പ്, തുമരപ്പരിപ്പ്, അതുപോലെ മല്ലി, ഇതെല്ലാം ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ്. 1/2 കപ്പ്, ഇതെല്ലാം 1/4 കപ്പ് കടലപ്പരിപ്പ്, അത് കഴിഞ്ഞിട്ട് ഒരു 12 വറ്റൽമുളക്. ഇത് നല്ല എരിവുള്ള മുളകാണ്. എരിവ് കുറഞ്ഞതാണെങ്കിൽ ഒരു 2-3 എണ്ണം കൂടെ ചേർക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ചെറിയ നാരങ്ങ വലുപ്പത്തിൽ പുളിയാണ് വേണ്ടത്. പുളിയും അതിനോടൊപ്പം തന്നെ ചേർത്ത് എല്ലാം ഒരുമിച്ച് ഇങ്ങനെ ചൂടാക്കി എടുക്കണം. അപ്പോഴാണ് അത് കറക്റ്റായിട്ട് ചൂടായി വരുള്ളൂ. 1/2 കപ്പ് അളവിൽ കറിവേപ്പിലയും ചേർത്ത് ഒന്ന് ഇളക്കി എടുക്കണം. നമുക്ക് ഇതിനോടൊപ്പം തന്നെ ഉപ്പും ചേർക്കാം. തേങ്ങയിൽ വെള്ളത്തിൻ്റെ അംശം ഉള്ളത് കൊണ്ട് ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് പിടിക്കും. അതുകൊണ്ടാണ് 1 ടീസ്പൂൺ അളവിലാണ് ഉപ്പ് ചേർക്കേണ്ടത്. ഇതിൻ്റെ കറക്റ്റ് ഉപ്പുണ്ടാകും. ഇതിനേക്കാളും കുറയാനും പാടില്ല, കൂടുതൽ ചേർക്കാനും പാടില്ല. എന്നിട്ട് അതും ഒന്ന് നല്ല ഇളക്കി എടുക്കണം. ഇനി നമുക്കതൊന്ന് വറുത്തെടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ ഒരു 5-6 മിനിറ്റ് ഇങ്ങനെ വറുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കണം. വീണ്ടും അത് ഹൈ ഫ്ലെയിമിൽ. അങ്ങനെ ആക്കുമ്പോഴാണ് അത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം ചുമന്ന നിറത്തിൽ വന്നിട്ടുണ്ട്. നമുക്കിനി ഈ സമയം കായപ്പൊടി ചേർക്കാം. 1 ടീസ്പൂൺ അളവിലാണ് ചേർക്കേണ്ടത്. ഇപ്പോൾ അതിന് നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ട്. നമ്മൾ ആദ്യമേ കായപ്പൊടി ചേർക്കാറില്ല. ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ അതിന് ഫ്ലേവർ ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. എന്നിട്ട് അത് നല്ലൊന്ന് മിക്സാക്കി എടുക്കണം. നമ്മൾ ഇതുപോലുള്ള ചമ്മന്തിപ്പൊടിക്കൊക്കെ കായത്തിൻ്റെ ഫ്ലേവർ ഉണ്ടെങ്കിൽ അതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, അതുകൊണ്ടാണ്. ഇപ്പോൾ ഏകദേശം അത് കുറച്ചുകൂടെ ഒന്ന് ചുമന്ന കളറ് ആവണം. ഇതേ കളറാവുന്നത് വരെ വറുത്തെടുക്കണം. ചെറുതായിട്ടൊന്ന് ക്രിസ്പി ആവുന്നത് വരെ. നമ്മൾ ഈ ചമ്മന്തിപ്പൊടി എപ്പോഴും റെഡിയാക്കി വച്ചിരുന്നാൽ ഊണിനോടൊപ്പമൊക്കെ വേറെ കൂടുതൽ കറിയുടെ ഒന്നും ആവശ്യമില്ല. നല്ല ടേസ്റ്റിയാണ്. നമ്മളിത് ഒരു തവണ ഉണ്ടാക്കി നോക്കുമ്പോൾ മനസ്സിലാകും. ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താലേ ഞാൻ ഇടുന്ന ന്യൂ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഇപ്പോൾ നല്ല ചൂടാണ്. ഇനി നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഇത് പൊടിക്കാൻ വലിയ ജാർ എടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ അത് എളുപ്പത്തിൽ നമുക്ക് രണ്ട് പ്രാവശ്യമായിട്ടിട്ട് പൊടിച്ചെടുക്കാം. നമ്മളത് എല്ലാം ഒരുമിച്ച് പൊടിക്കുന്നതിനേക്കാളും പകുതി ആദ്യം ഇട്ട് പൊടിച്ചതിന് ശേഷം രണ്ടാമത്തത് ഇട്ട് പൊടിക്കാം. ഇതേപോലെ. ഇത് കൂടുതൽ ഫൈൻ പൗഡർ ആക്കണ്ട, കുറച്ച് തരിതരിപ്പോടുകൂടി പൊടിച്ചെടുക്കണം. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് പൊടിച്ചെടുത്തു. നമ്മൾ ഈ പൊടിച്ചെടുക്കുന്ന ജാറൊക്കെ വെള്ളത്തിൻ്റെ അംശമൊന്നും ഉണ്ടാവാൻ പാടില്ല. നല്ല ഡ്രൈ ആയിട്ടുള്ള ജാറായിരിക്കണം. ഇനി നമുക്കതൊരു ബൗളിലോട്ട് ഇടാം. ഇതേ കളറിലാണ് അത് ഇരിക്കേണ്ടത്, നല്ല ബ്രൗൺ കളറിൽ. എന്നാലേ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ ഇനി നമുക്ക് രണ്ടാമത്തതും പൊടിച്ചെടുക്കാം. നമ്മളിങ്ങനെ 2 പ്രാവശ്യമായിട്ട് പൊടിച്ചത് കൊണ്ട് അത് പൊടിച്ചതിന് ശേഷം ഒരുമിച്ചിട്ട് എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കണം. നമ്മളിത് റെഡിയാക്കാൻ 2 തേങ്ങയായിരുന്നു എടുത്തിരുന്നത്. അതിനനുസരിച്ച് ഇത്രയും ക്വാണ്ടിറ്റി ചമ്മന്തിപ്പൊടി കിട്ടി. ഇതിനു മുന്നേ നല്ലൊരു വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് പേരെ കണ്ടിട്ടുള്ളൂ. ഈ ചമ്മന്തിപ്പൊടി കൂടുതൽ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയാൽ 1-2 മാസം ഉപയോഗിക്കാം.
നമ്മൾ ഈ ചമ്മന്തിപ്പൊടി സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന ബോട്ടിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടില്ല. നല്ല ഡ്രൈ ആയിട്ടുള്ളതിലാണ് സൂക്ഷിച്ച് വയ്ക്കേണ്ടത്. എൻ്റെ ഈ റെസിപ്പി കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ചോറ്, മോര് കൂടാതെ കഞ്ഞിയോടൊപ്പം വളരെ രുചികരമാണ്. ഫ്രണ്ട്സ്, എൻ്റെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ദയവായി റിപ്ലൈ കമൻറ്റ് ചെയ്യണേ. അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വരുന്നത് വരെ നന്ദി.